നമസ്കാരം, ഹനീഫ പാണ്ടിക്കാടാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ആലപ്പുഴയിൽ ഈ കക്കൂസ് മാലിന്യം പിന്നെ പൊതുജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ തട്ടുന്ന ആളുകളെ പിടിച്ചതായിട്ട് ഒരു വാർത്ത കണ്ടു. അതിൽ രണ്ട് മക്കളെ, ചെറിയ രണ്ട് കുട്ടികളെ വെച്ചാല് ബൈക്കിൽ പോകുന്ന ആളുകളെ ഇവര് തട്ടിത്തെറിപ്പിച്ച് കൊല ചെയ്യാൻ ശ്രമിച്ചു. ഇവര് ഒന്നും ചെയ്യാൻ മടിക്കില്ല, കാരണം ഇവര് കൊല്ലാൻ വരെ മടിക്കില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഇപ്പോഴാണ് ആ വീഡിയോ കണ്ടത്. ഞാൻ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിൽ CI സാറുമായിട്ട് സംസാരിച്ചപ്പോ ആ പ്രതികൾ CI സാർ സുമേഷ് സുധാകരൻ സാറ് വലിയൊരു അഭിനന്ദനം സാറിന്. കാരണം അത്രയേറെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. കാരണം എന്നെ ഇങ്ങനെ ആ കുട്ടികളെ ഉപദ്രവിച്ചതുപോലെ എത്രയോ ആളുകളെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടാവും. 30/3/2024 ശനിയാഴ്ച, ഞാനത് മറക്കില്ല. ഇവരെ ഇരുട്ടത്ത് കണ്ടു കഴിഞ്ഞാലും ഞാൻ തിരിച്ചറിയും. ഈ രണ്ടുപേരെ അത്രമാത്രം തെമ്മാടികളാണ് ഇവര്. കാരണം ഇവരൊരു മാഫിയാണ്. ഒരു മാഫിയ എന്ന് മാത്രം. കാരണം മറ്റുള്ള ആളുകളിൽ നിന്നും പൈസക്ക് സാധനം എടുത്തുകൊണ്ട് പൊതുജനത്തിന് ശല്യമാകുന്ന രീതിയിൽ പുറത്ത് റോഡുകളിൽ നിക്ഷേപിക്കുന്നത് ഞാനത് കണ്ടപ്പോ എന്താക്കി, ഞാൻ കണ്ടപ്പോ വീഡിയോ ഒന്നും എടുത്ത. ആ സമയത്ത് ഞാൻ നോമ്പായത് കാരണം അത്താഴം കഴിക്കാൻ വേണ്ടിയാണ് പുലർച്ചയ്ക്ക് അത്താഴം കഴിക്കുന്ന ഒരു സംവിധാനം. അങ്ങനെ നോമ്പിന് വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന സമയത്ത് ഇവർ എന്റെ അടുത്ത് വന്നു. നീയാണോ ഫോട്ടോ എടുത്തതെന്ന് ചോദിച്ചു. ഞാൻ ആ വീഡിയോ ഞാൻ പിന്നെ സൗത്ത് സ്റ്റേഷനിലെ CI സാറിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. തോംസൺ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം നന്ദി സാറേ. കേസ് എടുത്തിട്ടുണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. കേസ് 209, 294B, 308, 427, 506, 34 വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ ഇതൊന്നല്ല കേസ് എടുക്കണ്ടേ, അത്രമാത്രം. കാരണം എന്നെ വണ്ടി ഇടിച്ചിട്ട് കൊല്ലാനാ ശ്രമിച്ചു. ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. ഇവരെ പരിപാടി തന്നെ അതാണ്. എത്രയോ ആളുകൾ പുറത്ത് പറയാത്ത ആളുകൾ ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അറിയില്ലല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ള. ഇവർക്ക് അറിയില്ല സത്യത്തിൽ. ഈ പരമചെറ്റയാണ്. ഈ പരമചെറ്റ എന്ന് തന്നെ പിന്നെ അതിൽ കൂടുതലാണ് വിളിക്കേണ്ടത്. ശരിക്കും ഈ പരമചെറ്റയാണ് എന്നെ അന്ന് കൊല്ലാൻ ശ്രമിച്ചത്. അന്ന് ഞാൻ ഇവർക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആ വീഡിയോൻ്റെ ഇതാണിത്. വാഹനം ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. കക്കൂസ് മാലിന്യം റോഡുകളിൽ തള്ളുന്നവരുടെ ഗുണ്ടായുസം അതൊരു സത്യമാണ്. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ വല്ല ഷൂട്ടിങ്ങിനായിട്ട് വന്നിരിക്കണോ, ജില്ലാ കളക്ടറാണെന്ന് വിചാരിക്കും. ഏത് കോലത്തിലാണ് വന്നിക്കണോ നിങ്ങൾ ഓനെങ്ങനെയും നടന്നൂടെ? സൂട്ടും കോട്ടും കൊടുത്തുകൊണ്ട് ആരാൻ്റെ പൈസയാണല്ലോ. പച്ച പിന്നെ കണ്ടോ ഇവ നിൽക്കുന്നുണ്ടല്ലേ, അവനാണ് വല്ല സിനിമ നടനാന്ന് അവൻ്റെ വിചാരം. ഇപ്പോൾ ഇതിനകത്ത് പ്രതികൾ പോലീസുള്ള മാതിരിയാണ്. ആ കോലത്തിനാണ് അവൻ്റെ നൃത്തം കണ്ടു കഴിഞ്ഞാൽ. സൂട്ടും കോട്ടൊക്കെ ഇട്ടുകൊണ്ട് വീണ്ടും ഇപ്പോൾ അതാക്കണ്ട് ചിത്രീകരിച്ച് ആ പാവപ്പെട്ട യുവാക്കളെ, എന്നാൽ 2 യുവാക്കളെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു ഇവർ. ആ സാധുക്കൾ ഞാൻ രക്ഷപ്പെട്ട് എന്തോ ഭാഗ്യത്തിന്. ഇപ്പോൾ രണ്ടാമത് ഞാൻ എൻ്റെ പരാതിക്ക് ഇതാക്കണേ കൊല്ലാൻ ശ്രമിച്ചു. FIR ഇട്ടിട്ടുണ്ട്. കാരണം അത്രയേറെ ഉപദ്രവം. ഇവർ എത്ര പേരെ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും ഈ ചെറ്റകൾ. എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൊല്ലാൻ ശ്രമിച്ചെന്ന് FIR. കൊല്ലാൻ ശ്രമിച്ച ഇവർ കൊന്നേനെ സത്യത്തിൽ. എത്ര പേരെ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് അവിടെ കാണാതായ ആളുകൾ, അല്ലെങ്കിൽ വാഹനം ഇടിച്ച് പരിക്കേറ്റൊക്കെ ഇവർ കാരണമായിരിക്കും. അത്രയേറെ. കാരണം അത്രമാതിരി ഗുണ്ടായിസാണ് ഇവർ കാണിക്കുന്നത്. ഇവർക്കെതിരെ വിരൽ ചൂണ്ടാൻ വേണ്ടിയാണ്ട് നാട്ടിലുള്ള ആളുകൾക്ക് ഭയമാണ്. ആ ഭയമൊന്നും കാരണം ആ പേടിപ്പിക്കലിലൊന്നും ഞാൻ ഏതായാലും വീടില്ല. ഇനി ഞാൻ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്തു. എൻ്റെ വണ്ടി ഇടിച്ച് പൊളിച്ച് കൈകൊണ്ട് ഗ്രില്ല് ഇടിച്ച് പൊളിച്ച് ഇതിനകത്ത് പ്രവേശിക്കാൻ വേണ്ടിയുണ്ട്. പ്രവേശിച്ച് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എന്നെ അവർ കൊന്നേനെ. വണ്ടി നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഇതേ വണ്ടി വല്ല സിനിമ സ്റ്റൈലിൽ വന്നിട്ട് എന്നെ റിവേഴ്സ് എടുത്ത് ഈ വണ്ടി നമ്പർ എനിക്ക് ഈ വണ്ടി ഞാൻ ഉറക്കത്തിലും കൂടെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. അത്രക്കുണ്ട്. ഏതായാലും ശരണ്യമേടാണ് ഇതുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ നന്നായി. ഈ വാർത്തയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആലപ്പുഴ സൗത്ത് CI സാറ് തോംസൺ സാറ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചെല്ലാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഞാൻ ഏതായാലും ഇന്ന് ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അവർ തട്ടിയ സ്ഥലം കാണിച്ചു കൊടുക്കണം. തട്ടിയ സ്ഥലമല്ല, അവർ തട്ടാൻ സാധ്യതയുള്ള സ്ഥലവും ഞാൻ കാണിച്ചു കൊടുക്കും. അതുപോലെ തെമ്മാടിത്തരാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തെമ്മാടിത്തരം. ഇത്രയേറെ വൃത്തികെട്ട ഒരു പരിപാടി. ലാഭം എന്താ ഒരു ലാഭം? എത്രയോ ആളുകൾ ഇവർ കാരണം രോഗികളായിട്ടുണ്ടാവും. അത് ഇവർക്ക് പ്രശ്നമില്ല. എത്രയോ ആളുകൾ രോഗികളായി ഇവർ കാരണം. കക്കൂസ് മാലിന്യം നിരന്തരം സ്ഥിരമായിട്ട് 10,000 ലിറ്ററും 20,000 ലിറ്ററും ഓരോ പ്രാവശ്യം 5,000-ന്റെയും 6,000-ന്റെയും ടാങ്കാണത്. 5 പ്രാവശ്യം 5 25 25,000 ലിറ്റർ
25,000 ലിറ്റർ മാലിന്യമാണ് ഒരു ദിവസം അവർ നിക്ഷേപിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലാണ് നിക്ഷേപിക്കുന്നത്. 25,000 ഒരു ലോഡിന് നിങ്ങൾ കൂട്ടിക്കോ, 10,000 രൂപ വെച്ചിട്ട്. മറ്റുള്ളവര് 10,000 അല്ല, ലക്ഷക്കണക്കിന് രൂപ അവര് ഇത് കൊടുക്കുന്നുണ്ടാവും. ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ടാവും രോഗികളായിട്ട്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടക്കും. ഞാൻ ഏതറ്റം വരെയും ഇതിനെതിരെ ഞാൻ പോകും. ഇവർക്ക് അങ്ങനെ ഒരളവും വേണ്ട. അവരുടെ വാഹനം ഇനി മേലാൽ പുറലോകം കാണാൻ പാടില്ല. അത്രമാത്രം പൊതുജനത്തിനെ ദ്രോഹിക്കുന്നുണ്ട് അവര്. മനസ്സിലായോ?